ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോൺ കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള ഒരു തോരനാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 ചെറിയ സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കണു. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റാം. അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള എല്ലാം ഇവിടെ നന്നായി വഴന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചാണ് ചേർക്കുന്നത്. പെരിഞ്ചീരകത്തിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ആയാലും ഉപയോഗിക്കാം, പക്ഷെ പെരിഞ്ചീരകത്തിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടണം നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നന്നായി വഴന്ന് കളറ് മാറിക്കിട്ടിട്ടുണ്ട്. ഈ സമയം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുവാണ്. ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ തക്കാളി ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങളുടെ അടുത്ത് വലിയ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്നു വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇതങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ ചെറുതായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, നമ്മുടെ തോരന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതപ്പം അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പം അങ്ങനെ നമ്മൾ മുട്ടയും മസാലയും ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും നമുക്ക് വേണ്ട. നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ എനിക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.